നമസ്കാരം. നളപാകം അഥവാ കിങ് നളാസ് ക്യുസീൻ എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭക്ഷണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ വിശപ്പടക്കാനാണ് പ്രധാനമായിട്ടും. വിശപ്പ് എന്നുള്ളതാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് നിലനിന്നതൊരു കാലത്ത്. ഇന്നും നിലനിൽക്കുന്നതായിട്ടുള്ളൊരു വിഷയം കൂടിയാണ്. വിശപ്പടക്കുക എന്നാണ് ഒന്നാമത്തെ ധർമ്മം. മറ്റൊന്ന് പോഷകാഹാരക്കുറവ്. അനുയോജ്യമായ വേണ്ടതായ ഭക്ഷണം കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴുണ്ടാകുന്ന പോഷകാഹാരക്കുറവ്. ഈ അവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭക്ഷണം എന്നത് ആനന്ദത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും ആഢ്യത്വത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ അവസ്ഥയോട് കൂടിയതാണ്. മലയാളത്തിൽ തന്നെ ഒരു ചൊല്ലുണ്ട്, അന്നവിചാരം മുന്നവിചാരം പിന്നെ വിചാരം ദൈവവിചാരം. ദൈവവിചാരം കൂടെ ഭക്ഷണത്തിൻ്റെ വിചാരത്തിന് ശേഷമായിട്ടാണ് വരിക. ഭക്ഷണം കഴിച്ചാൽ മാത്രമേ, ഭക്ഷണം കഴിക്കാതെയാണ് വ്രതങ്ങളൊക്കെ എടുക്കാറുള്ളെങ്കിലും അത് കഴിഞ്ഞിട്ട് അന്നദാനമൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിന് സന്തോഷവും സന്തുഷ്ടിയൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പം കുഞ്ചൻ നമ്പ്യാർ തന്നെ ഭക്ഷണത്തിൻ്റെ വിസ്തൃതമായ, വളരെ വിശാലമായ ആ ആഢ്യത്വത്തോടു കൂടിയ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നു. പത്രം വിസ്തൃതമത്ര തുമ്പമലർതോറ്റോടിയിടിനോരെന്നവും പുത്തന്നെയ് കനിയ പഴുത്തപഴവും കാളിപ്പഴവും കാളനം 500 കറിക്ക് ദാസ്യമേലും നാരങ്ങയും മാങ്ങയും നിത്യം ചെമ്പകനാട്ടിൽ അഷ്ടി തൈർമോറ് തട്ടാതെ കിട്ടുന്നു സുഖം. ഇന്ന് ചെമ്പകനാട്ടിലെ ഭക്ഷണ രീതിയെ, ഭക്ഷണ സമ്പന്നതയെക്കുറിച്ച് പറയുന്നു. അതുപോലെ പച്ചടി കിച്ചടി വേപ്പില മാങ്ങ എന്ന് തുള്ളലിൽ തന്നെ വിശദമായിട്ട് കുഞ്ചൻ നമ്പ്യാർ ഭക്ഷണത്തിൻ്റെ സമൃദ്ധമായ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. വെൺമണി കാലഘട്ടത്തിൽ പിന്നെ പാക്കഞ്ഞി ഊക്കോളവും അമിത സിതാഢ്യം കുടിച്ചിലയോ ഞാൻ. പാക്കഞ്ഞി കുടിച്ചത് ഒരു ശക്തിയുടെ ഭാഗമായിട്ട്, അത് ഒരു അഭിമാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സരസ കവിതകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ പ്ലാവില കോട്ടിയിട്ട് അതിൽ കഞ്ഞി കുടിക്കുന്നത്, പ്ലാവില കോട്ടിയ കുമ്പിളിൽ തുമ്പതൻ പൂ പോലിത്തിരി ഉപ്പ് തരിയെടുത്ത് ആവി പാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവിപ്പതുക്കെ പറയുന്നു മുത്തശ്ശി എന്ന് ONV ഉപ്പ് എന്ന കവിതയിൽ പറയുന്നു. അപ്പോൾ അതൊക്കെ ചെറിയ ഭക്ഷണ കാര്യങ്ങൾ പോലും അതൊരാനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഭാഗമായിട്ട് മാറ്റുന്ന ഒരു സ്വഭാവമുണ്ട്. വളരെ സമൃദ്ധമായ ഭക്ഷണ രീതി വേറെയും ഉണ്ട്. അപ്പം അങ്ങനൊരു സമൃദ്ധമായ ഭക്ഷണം, ചെറിയ രീതി തൊട്ട് സമൃദ്ധമായ രീതി വരെ നമുക്ക് പകർന്നു തന്ന മഹാനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, രാജാവുണ്ടായിരുന്നു. ആ രാജാവിൻ്റെ പേരാണ് നളൻ. നളമഹാരാജാവ് എന്നാണ് പറയാറ്. അപ്പം മലയാളത്തിൽ തന്നെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട്, ഉണ്ണായി വാര്യർ എന്ന പേരായിട്ട്. ഉണ്ണായി വാര്യരുണ്ടായി ഉണ്ടായതേതൊരു വാരിയത്തോ എന്ന് പറഞ്ഞിട്ട് ആ കവിതയുടെ അവസാനം പോരെ നളപാകക്കാരനും വാരിയും കോരിയും ഊട്ടുവാനാമോ. നളചരിതം ആട്ടക്കഥ എന്ന കവിത, ആ കൃതിയാണ് ഉണ്ണായി വാര്യരുടേതായിട്ടുള്ളത്. അപ്പം അത് അത്രയും നല്ല കൃതിയാണ്, അത്രയും സമ്പന്നമായ കൃതിയാണ്. അതിന് മറ്റൊന്ന് ഏതിനെയും ജയിക്കാൻ പോകുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് നളൻ്റെ പാകം. നളൻ്റെ പാകം ഒരു കറി മതി, അല്ലെങ്കിൽ അതിലൊരു ഭക്ഷ്യവിഭവം മതി, അത്രയും സമ്പന്നമാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ ഉണ്ണായി വാര്യരുടെ ഒരു കൃതി നളൻ്റെ ഒരു കറി അല്ലെങ്കിൽ ഒരു വിഭവം. അല്ലാതെ വാരിയും കോരും സമൃദ്ധമാവണമെന്ന് നിർബന്ധമില്ല, നല്ലതൊന്നു മതി എന്ന് കുഞ്ഞുണ്ണി മാഷ കവിതയിൽ പറയുന്നു. അപ്പോൾ മഹാരാജാവ് നളനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത് മഹാഭാരതം വനപർവ്വത്തിൽ
43-ാം അധ്യായത്തിലാണ്. അതുപോലെ മത്സ്യപുരാണത്തിലും ഹരിവംശ പുരാണത്തിലും ഈ നേരത്തെ പറഞ്ഞ നളചരിതം, ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥയിലും കുഞ്ചൻ നമ്പ്യാരുടെ നളചരിതം കിളിപ്പാട്ടിലും, അതുപോലെ ഇഷ്ടംപോലെ തിരുവാതിരപ്പാട്ടുകളിൽ നളന്റെയും ദമയന്തിയുടെയും കഥകളാണ് കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. രാജാവ് ബലശാലി ചക്രവർത്തി കുതിരയോട്ടക്കാരൻ, അശ്വഹൃദയം അറിയുന്ന ആളാണ് പാചകക്കാരൻ. അപ്പോൾ ഇങ്ങനെയുള്ള രീതികളിലാണ് നളൻ പ്രശസ്തനായിട്ടുള്ളത്. മഹാഭാരത കഥാപാത്രങ്ങളിൽ ഭക്ഷണവുമായി പാചകവുമായി ബന്ധപ്പെട്ട് 2 കഥാപാത്രങ്ങളാണ്. ബാഹുകൻ എന്ന നളൻ, മറ്റൊരാള് വലലൻ എന്ന പേരോടുകൂടിയ ഋതുപർണ രാജധാനിയിൽ ബാഹുകൻ, വലലൻ എന്ന വിരാട രാജധാനിയിൽ വലലൻ എന്ന് പറഞ്ഞാൽ ഭീമസേനൻ എന്ന ഭീമസേനന്റെ അജ്ഞാതവാസ രൂപമായിട്ടുള്ള വലലൻ. ഈ 2 കഥാപാത്രങ്ങളാണ് പാചകലയിൽ ഏറ്റവും പ്രശസ്തരായിട്ടുള്ളവർ. അങ്ങനെയാണെങ്കിലും വലലന്റെ അല്ല ഉദാത്തമായിട്ട് കാണുന്നത് നളന്റെ പാകമാണ് ഉദാത്ത മാതൃകയായിട്ട് ആ കാലം തൊട്ട് ഈ കാലം വരെ. നളൻ ത്രേതായുഗത്തിലാണെന്നും ത്രേതായുഗത്തിലാണെന്നും സത്യയുഗത്തിലാണെന്നും ഒക്കെയുള്ള പരാമർശങ്ങളുണ്ട്. ആ കാലഘട്ടം അതിൽ ഇന്നും നളപാകമാണ് ഏറ്റവും നല്ല പാകത്തിന് ഉദാത്ത മാതൃകയായിട്ട് സ്വീകരിച്ചു പോരുന്നത്. ഇന്ത്യൻ സംസ്കാരമുള്ളിടത്തെല്ലാം നളപാകം എന്ന പ്രയോഗവും ഉണ്ട്. അപ്പൊ നളപാകം എന്നതൊരു കഥ മാത്രമല്ല, അല്ലെങ്കിൽ അതിനെ കേൾവിയായിട്ടുള്ളൊരു വിഷയങ്ങൾ മാത്രമല്ല, അത് നളൻ എഴുതിയ ഒരു അടിസ്ഥാന ഗ്രന്ഥം കൂടെ ഈ നളപാകത്തിനുണ്ട്. അതിൻ്റെ പേരാണ് പാകദർപ്പണം. ഇതാണ് ആ കൃതി, പാകദർപ്പണം എന്ന പേരായ. പാകദർപ്പണം ആരംഭിക്കുന്നത് തന്നെ ഏകാകി നൈഷധ പ്രാപ്യ കഥാചിത് കലിനാശന ഋതുപർണസ്യ നഗരീം രാജാനമിതമബ്രവീത്. ഒരിക്കലും ഏകനായിട്ട് ഋതുപർണ രാജധാനിയിൽ നളനെത്തുകയാണ്. വളരെ കഷ്ടമായിട്ട്, വളരെ കലിബാധിച്ച് കാട്ടിലേക്ക് ദമയന്തിയെയും കൂട്ടി കാട്ടിലേക്ക് എത്തിയ നളൻ അവിടെ നിന്നും ദമയന്തിയെയും ഉപേക്ഷിച്ച് ഒന്നുമില്ലാതെ അലഞ്ഞലഞ്ഞ അവസാനമാണ് ഋതുപർണന്റെ രാജധാനിയിൽ എത്തുന്നത്. അവിടെ എത്തി രാജാവിനെ കണ്ട് നളൻ പറയുകയാണ്, അവിടെ രാജാവിനോട് സംസാരിക്കുന്ന ആ ഭാഗം മുതലാണ് ഈ പാകദർപ്പണം ആരംഭിക്കുന്നത്. അദ്ദേഹം പറയുകയാണ് ഋതുപർണ രാജാവിനോട്, സ്വദേശം ഹി പരിത്യജ്യ ബാഹുകാക്യോഹമാഗത അശ്വാനം വാഹനേ രാജൻ പൃഥിവ്യാം നാസ്തി മത്സമ. സ്വന്തം ദേശവും രാജ്യവും ഒക്കെ ഉപേക്ഷിച്ച് ബാഹുകൻ എന്ന പേരോടുകൂടിയ ഞാൻ കുതിരയോട്ടത്തിൽ എന്നെക്കാളും കഴിവുള്ള ആളായിട്ട് വേറെ ആരുമില്ല. അതുകൂടാതെ അർത്ഥജ്ഞാനസ്യ ചൈവാഹം ദ്രഷ്ടവ്യോ നൈപുണേനച അന്നസംസ്കാരമപീച്ച ജാനാമി പിശിതസ്യ ച. കുതിരയോട്ടം, കുതിരപ്പന്തയം, അത് പന്തയം വെച്ചിട്ട് സമ്പത്ത് ഉണ്ടാക്കാനും ഒക്കെ എന്നോളം കഴിവുള്ള ആൾ വേറെയില്ല, നിപുണൻ വേറെയില്ല. അതുകൂടാതെ അന്നസംസ്കാരം, പാചകത്തിലും എന്നോളം കഴിവുള്ള ആളായിട്ട് വേറെയില്ല എന്ന് നളൻ ഋതുപർണ രാജാവിനോട് പറയുകയാണ്. അപ്പം നളൻ്റെതായ പാചകത്തിന്റെ കഴിവ് ഉദ്ദേശിച്ച് പാചക കലയാണ് ഋതുപർണ രാജധാനിയിൽ പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ആ കൃതിയിൽ പ്രധാനമായി നളൻ പറഞ്ഞു വരികയാണ് 5 വിധ ഭോജനങ്ങളും 6 രസങ്ങളും. ഭക്ഷ്യം ഭോജ്യം തഥാ ലേഹ്യശ്ചോക്ഷ്യം പേയം പയോഗതം ഭേദം രസാനാൻ ഷണ്ണാശ്ച ശുദ്ധ സംസ്കാര ഭേദത. ഭക്ഷ്യം ഭോജ്യം ലേഹ്യം ചോക്ഷ്യം. ഭക്ഷ്യം എന്ന് പറഞ്ഞാൽ ലഘുഭക്ഷണമാണ്, പലഹാരം മുതലായിട്ടുള്ളവ. ഭോജ്യം സമൃദ്ധമായ ഭക്ഷണമാണ്, ചോറ് മുതലായിട്ടുള്ള വിഷയങ്ങൾ, ചപ്പാത്തി, ചോറ് മുതലായിട്ടുള്ള വിഷയങ്ങൾ. ലേഹ്യം എന്ന് പറഞ്ഞാൽ കുറുക്കിയെടുക്കുന്നതായിട്ടുള്ള പദാർത്ഥങ്ങൾ. ചോഷ്യം എന്നാൽ രസഗുള മുതലായവയെ പോലെ വിഴുങ്ങാൻ പറ്റിയ രൂപത്തിലുള്ളത്. പിന്നെ പാല് ചേർത്തുള്ള പദാർത്ഥങ്ങൾ,
അങ്ങനെയാണ് 5 വിധ ഭോജനങ്ങളെ കുറിച്ച് പറയുന്നത്. പിന്നെ 6 രസങ്ങളാണ് എരിവ്, ഉപ്പ്, കയ്പ്, മധുരം, പുളി, ചവർപ്പ് മുതലായവ. സർവേഷാം വ്യഞ്ജനാനാം ച സംസ്കാരം ലവണാദിവി ഏഭിർവിനാച തോയൈശ്ച ചിത്രപാകം രസാവഹം. ശില്പി ഉദാത്തമായ ശില്പം ഉണ്ടാക്കുന്നത് പോലെ അമൃത തുല്യമായ പാചകം ചെയ്യാൻ സാധിക്കുമെന്ന്. ഉദാത്തമായ ശില്പം പോലെ ഭക്ഷണം കഴിക്കുന്ന നേരം അല്ലെങ്കിൽ ആ ഭക്ഷ്യപദാർത്ഥം നിലനിൽക്കുന്ന സമയം വരെയേ ഉള്ളുവെങ്കിലും ശില്പി ഉദാത്തമായ ശില്പം ഉണ്ടാക്കുന്നത് പോലെയാണ് എന്ന് നളൻ പറയുന്നു. ഇവിടെ നളൻ ഈ കഴിവ് സിദ്ധിച്ചത് ഈ ദേവന്മാരിൽ നിന്നാണ്. ഇന്ദ്രനിൽ നിന്നും അദൃശ്യസിദ്ധിയും, അഗ്നിയിൽ നിന്ന് അഗ്നിസിദ്ധി, യമനിൽ നിന്ന് ആണ് അന്നസിദ്ധി ലഭിച്ചത്, വരുണനിൽ നിന്ന് ജലസിദ്ധി ലഭിച്ചു. അപ്പോ ഈ ദമയന്തി സ്വയംവരത്തിന് എത്തിച്ചേർന്ന ദേവന്മാർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തത് നളനാണ്. അപ്പോൾ ആ നളൻ തന്നെ ആ പന്തയത്തിൽ സ്വയംവരത്തിൽ ജയിച്ചു. അപ്പോൾ അവർ കൊടുത്ത വരങ്ങളിൽ ആ യമൻ കൊടുത്ത വരമാണ് അന്നസിദ്ധി എന്ന് പറയുന്നത്. ആ അന്നസിദ്ധി കൊണ്ടാണ് നളൻ ഈ പാചകത്തിൽ ഇത്രയും പ്രശസ്തനായിട്ട് മാറിയത്. നളന്റെ പാകദർപ്പണത്തിൽ സമ്പന്നവും വൈവിധ്യവുമായ സസ്യഭക്ഷണം മാത്രമല്ല, മാംസഭക്ഷണവും മദ്യാദികളായിട്ടുള്ള വിഷയങ്ങളും മദ്യവിഭവങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് ഓരോന്നിൻ്റെയും ഉറവിടവും ശേഖരണവും ഉപയോഗവും പാകവും രസവും എങ്ങനെ സൂക്ഷിക്കണമെന്നുള്ളതും അത് ആരോഗ്യത്തിന് എങ്ങനെ ഗുണകരമാകുമെന്നും ഓരോ കാര്യങ്ങളും, മെലിയാൻ വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ, തടിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ, പുഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ എന്നിങ്ങനെ. സംസ്കൃതത്തിൽ പാകശാസ്ത്രത്തിന് സൂപശാസ്ത്രം എന്നുകൂടി പറയാറുണ്ട്. സൂപശാസ്ത്രത്തിൽ ഇന്നോളം അറിയപ്പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠം നളപാകം തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും മികച്ചതിന് നളപാകം എന്ന സംജ്ഞയാലെ തന്നെയാണ്, നളപാകം എന്ന വിശേഷണത്താലെ തന്നെയാണ് പറയാറുള്ളത്. 1915 വാരണാസിയിൽ പാകദർപ്പണം എന്ന ഗ്രന്ഥം പ്രസിദ്ധം ചെയ്തത്. പച്ചക്കറി വിഭവങ്ങളുടെയും മാംസവിഭവങ്ങളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും രുചികരമായ ഒരു നിര തന്നെ. പല വിഭവങ്ങളും തയ്യാറാക്കൽ, ഭാവം, ഗുണം, രസം, മണം, രുചി, ചുവ, സ്വാദ് മുതലായവ പറയുന്നു. ഓരോ വ്യഞ്ജനങ്ങളുടെയും സുഗന്ധവ്യഞ്ജനങ്ങൾ ഇന്ത്യയിലേത് തന്നെയാണ്. ഇന്ത്യയിൽ ലഭിക്കുന്നതായിട്ടുള്ള വ്യഞ്ജനങ്ങളാണ് അന്നത്തെ ഇന്ത്യ. അപ്പോൾ ആ അഖണ്ഡ ഭാരതത്തിൽ ഉൾപ്പെടുന്നത്. പിന്നെ വലിയ കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, ഏലം, ജീരകം, മല്ലി, പെരുങ്കായം, ഉലുവ, കുങ്കുമപ്പൂ ഇവയാണ് പ്രധാനമായിട്ടും സുഗന്ധവ്യഞ്ജനങ്ങളിൽ പറയുന്നത്. ജാതിക്ക, ജാതിപത്രി മുതലായവ അധികം പരാമർശിക്കപ്പെട്ടിട്ടില്ല. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉപയോഗം പല രീതിയിൽ അതേ രൂപത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ എങ്ങനെയെല്ലാം ഉപയോഗിക്കണം അതേ രൂപത്തിൽ ഉപയോഗിക്കുന്നത്, പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നത്, നെയ്യിൽ വറുത്ത് ഉപയോഗിക്കുന്ന, പൂച്ചണ്ടാക്കിയിട്ട് കറിവേപ്പിലയൊക്കെ കെട്ടിയിട്ട് ഇടാറുമുണ്ട്. അതുപോലെ പൂച്ചണ്ടാക്കിയിട്ട് ഉപയോഗിക്കുന്നത്, കസ്തൂരിയുടെ ഉപയോഗം, മഞ്ഞളിൻ്റെ ഉപയോഗം, പലവിധ മഞ്ഞൾ ഏത് രീതിയിലെല്ലാം ഉപയോഗിക്കണം, കർപ്പൂരം, കൈത, സുഗന്ധ പുഷ്പങ്ങൾ മുതലായവയുടെ ഉപയോഗം, സൗരഭ്യം വാസനയുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഭക്ഷണത്തിന് രുചി മാത്രമല്ല മണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ, ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം, നാഗകേസരം, സരസഫലം എന്ന് പറഞ്ഞാൽ ബെറീസ്, അതുപോലെ സുഗന്ധ പൂങ്കുലകൾ, കുമ്പിപ്പഴം എന്ന് പറഞ്ഞാൽ കാട്ടുപേരക്ക, മറ്റ് കായ്ഫലങ്ങൾ, പൂമരുത്, തഴുതാമ, അമ്പഴം. അപ്പോൾ അതുപോലെ മരുന്നിനും രുചിക്കും ഉപയോഗിക്കുന്ന പലവിധം പദാർത്ഥങ്ങൾ, പിന്നെ കടലുപ്പ്, കല്ലുപ്പ് മുതലായ ഏതെല്ലാം അതൊക്കെ ഗുണവും ഏത് രീതിയിൽ എങ്ങനെയെല്ലാം എത്ര അളവ് ഉപയോഗിക്കണം. പിന്നെ ഓരോ വസ്തുവും പുളിപ്പിക്കുക, തൈര്, മോര് ഇവ പുളിപ്പിക്കുന്നതും പുളിക്കാതെ എങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ള വിഷയങ്ങൾ, നെയ്യ്, നല്ലെണ്ണ ഇവയുടെ ഉപയോഗം, ചെറുനാരങ്ങ, പുളി, മാതളം, മാങ്ങ ഇവയുടെ ഉപയോഗം, പുളിക്ക് പകരമായിട്ടും അല്ലാതെയും. പിന്നെ വിറകിൻ്റെ ഉപയോഗം, പാചകത്തിൽ വേവിക്കാൻ വിറകും അതുപോലെ ചട്ടിയിൽ വറുത്ത് ഉപയോഗിക്കൽ, നോൺ സ്റ്റിക്ക് പോലെയുള്ള
പാത്രങ്ങളുടെ ഉപയോഗങ്ങൾ, വാതപിത്ത കപാദികളില്ലാതെ ഓരോ പദാർത്ഥവും എങ്ങനെ, ഓരോ പാകവും എങ്ങനെ ചെയ്യണമെന്നുള്ള വിഷയങ്ങൾ. പിന്നെ വിശേഷമായിട്ടും ഇലയിൽ പൊതിഞ്ഞ ഭക്ഷണം ഉണ്ടാക്കുക, കവുങ്ങിൻ്റെ ഇലയിൽ പൊതിഞ്ഞുണ്ടാക്കുന്ന വിഭവങ്ങൾ, അത് പാതി വരെ വന്നതിന് ശേഷം നെയ്യിൽ പൊരിച്ചെടുക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള പദാർത്ഥങ്ങളൊക്കെ ഇതിൽ വിവരിക്കുന്നു. പിന്നെ പ്രകൃതി വിഭവങ്ങളുടെ യോജന, പിന്നെ തൻ്റെ അനുഭവമായിട്ട് തന്നെ പറയുന്നു. പരിപ്പ്, ദാൽ കറികൾ, പിന്നെ വിവിധ ഇനം നെയ്യ്, പച്ചക്കറികൾ, മാംസപാകം, രസപാനകം, ചൂടുകാലത്ത് പോകാതിരിക്കാൻ ശീതഗൃഹത്തിൽ സൂക്ഷിക്കുന്ന പ്രകാരം, പിന്നെ താമ്പൂല ചർവണം, ക്ഷീരപാകം, പാനകങ്ങൾ, പലതരം പായസം, തൈര്, മോര്, മധുരപലഹാരം, പിന്നെ ലസ്സി, മധുര തൈര്, ഐസ്ക്രീം, കുൽഫി മുതലായവയൊക്കെ ഈ നളൻ ഈ പാകദർപ്പണത്തിൽ വിവരിക്കുന്നു. അന്നത്തെ സംജ്ഞകളിലും അതേ രീതിയിലുമാണ് പറയുന്നത്. മൊത്തം 11 അധ്യായങ്ങളാണ്. അതിൽ 1-ാം അധ്യായത്തിൽ മൊത്തമായിട്ട് അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ പറയുന്നു. അടുത്തതിൽ ഋതുധർമ്മം, 3-ാമത്തേൽ ഭക്ഷ്യപ്രകാരം, 4 പായസപ്രകരണം, 5 പാനകപ്രകാരം, 6 വിവിധാന്ന യൂഷ പാക നിർമ്മാണം, 7 ഘൃതാന്ന പാകം, 8 ലേഹ്യപ്രകരണം, 9 ചൈത്യജല നിർമ്മാണം, 10 ക്ഷീരാദി പാക നിരൂപണം, 11 ദധിഭേദ പ്രകരണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതം രുചികരം പഥ്യം സർവാരുചി നിവാരണം ബലപുഷ്ടികരം രമ്യം ഭവേത് കായാഗ്നിദീപനം. പിന്നെ രുചികരവും പഥ്യവും എല്ലാ അരുചിയെയും ദുസ്വാദിനെ ഇല്ലാതാക്കുന്നതും ബലപുഷ്ടികരവും മനോഹരവും വിശപ്പിനെ അടക്കുന്നതുമായിട്ടുള്ള ഈ ഭക്ഷ്യ സംസ്കാര അന്ന സംസ്കാരത്തിൻ്റെതായ ഗ്രന്ഥം ഇവിടെ സമാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നളൻ ആ കൃതി അവസാനിപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ സംസ്കാരത്തിന് ആരോഗ്യപ്രധാനവും ദോഷപ്രധാനവും പാകഗുണവുമായ ഈ കൃതി നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണെന്നും നമുക്കൊക്കെ അനുകരിക്കാൻ സാധിക്കുന്നതുമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ധന്യവാദ്.